നമ്മുടെ കേട്ടിട്ട് പരീക്ഷ ഇപ്പൊ പടിവാതിലെത്തി. അപ്പൊ പടിവാതിലെത്തുമ്പോൾ അവസാന നിമിഷത്തില് എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെയാണ് ഇതിന്റെ മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ്, അതേപോലെ നമ്മൾ എന്തൊക്കെയാണ് പരീക്ഷയ്ക്ക് നോക്കേണ്ടത്, പരീക്ഷ ഹാളിൽ ചെല്ലുമ്പോൾ എന്തൊക്കെ വേണം, എങ്ങനെയാണ് ക്വസ്റ്റ്യന്റെ ഘടന ഉണ്ടാവുക എന്നതിനെ കുറിച്ചുള്ള ഒരു ചെറിയൊരു വീഡിയോ ആണ് ഇത്. കൂടാതെ എല്ലാവരും കുറെ ആൾക്കാരൊക്കെ കുറെ വർഷം മുമ്പ് പഠിച്ച BEdഉം TTC ഒക്കെ ഒന്നും കൂടി പൊടി തട്ടിയെടുത്ത് പരീക്ഷയ്ക്കൊന്ന് ഇറങ്ങി നോക്കാം എന്ന് കരുതിയ ഒരു സന്ദർഭമാണിത്. എന്നിരുന്നാലും നമുക്ക് കുറെ പ്രാവശ്യത്തെ കുറെ കാലത്തിന്റെ ഒരു ഗ്യാപ്പ് ഉണ്ടെങ്കിലും ആ ഒരു ഗ്യാപ്പിനെയൊക്കെ വളരെ വിജയപ്രദമായി തന്നെ മറികടന്നുകൊണ്ട് എങ്ങനെ പരീക്ഷയെ അഭിമുഖീകരിക്കാം, എന്തൊക്കെ ചെയ്യാം എന്നതാണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത് ഈ ഒരു വീഡിയോയിലൂടെ. അപ്പൊ എല്ലാവരും നന്നായി പഠിക്കുന്നുണ്ട് അല്ലെങ്കിൽ നന്നായി തയ്യാറെടുത്തിട്ടുണ്ട് എന്നാണ് വിശ്വസിക്കുന്നത്. ഇനിയിപ്പോ തയ്യാറെടുത്തിട്ടില്ലെങ്കിലും വളരെ കുറച്ച് സമയമുള്ളൂ, ആകെ 2-3 ദിവസമേ ഉള്ളൂ. ശനിയാഴ്ച മുതൽ കേട്ടറ്റ് പരീക്ഷ ആരംഭിക്കുകയാണ്. അപ്പൊ ഈ ശനിയാഴ്ച കേട്ടറ്റ് 1ഉം 2ഉം ഉണ്ട്, തിങ്കളാഴ്ച 3ന്റെയും 4ന്റെയും ആണ്. അപ്പൊ എല്ലാവർക്കും അതൊക്കെ അറിയുമെന്ന് കരുതുന്നു. വെൽക്കം ടു സെല്ല ഓൺലൈൻ പ്ലാറ്റ്ഫോം. കേട്ടറ്റിന് വേണ്ടി സ്പെഷ്യലായിട്ട് ഞങ്ങളുടേതായ രീതിയിൽ കേട്ടറ്റ് അധിഷ്ഠിതം ആയ ഒരു കോഴ്സാണ് ഞങ്ങളിവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. നമ്മൾക്ക് എന്തായാലും പരീക്ഷ പടിവാതിലെത്തിയ ഈ സമയത്ത് കേട്ടറ്റ് പരീക്ഷയെ ഒന്നും കൂടി വിശദമായി അറിയാം. അതിന്റെ കുറച്ച് ടിപ്പുകളും ട്രിക്കുകളും ഒക്കെ ആയിട്ടുള്ള ഒരു കുഞ്ഞു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ശനിയാഴ്ച മുതൽ ആരംഭിക്കുകയാണ്. ശനിയാഴ്ച കാറ്റഗറി 1ന്റെ പരീക്ഷ രാവിലെയും ഉച്ചയ്ക്ക് ശേഷം കാറ്റഗറി 2, തിങ്കളാഴ്ച കാറ്റഗറി 3, തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ശേഷം കാറ്റഗറി 4. ഇങ്ങനെയാണ് പരീക്ഷ നിശ്ചയിച്ചിട്ടുള്ളത്. അപ്പൊ നമ്മൾ എന്തായാലും പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുകയാണ്. പരീക്ഷയ്ക്ക് ഫീ അടച്ചു, ഹാൾ ടിക്കറ്റ് വന്നു, ഇനി പോണോ വേണ്ടയോ എന്ന സംശയത്തിലായിരിക്കും പലരും. കാരണം ഒന്നും പഠിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കുറേയേറെ സംശയങ്ങളും വിളികളും ഒക്കെ വരാറുണ്ട്. അപ്പോ നിങ്ങൾ തയ്യാറെടുത്താലും ഇല്ലെങ്കിലും ഈ പരീക്ഷ നിങ്ങൾ പോയി എഴുതണം. കാരണം നിങ്ങൾ പരീക്ഷ എഴുതിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ഇതിന്റെ പാറ്റേൺ. കുറെ കാലത്തെ ഗ്യാപ്പിന് ശേഷമായിരിക്കും കുറെ ആളുകളൊക്കെ പരീക്ഷയ്ക്ക് അഭിമുഖീകരിക്കുന്നത്. ഇതുവരെ പരീക്ഷാ ഹാളിൽ ഇൻവിജിലേറ്റർ ആയ ആൾക്കാർ ഇന്ന് മുതൽ അല്ലെങ്കിൽ ശനിയാഴ്ച അവിടെ കുട്ടികളുടെ പോലെ ഇരുന്ന് പരീക്ഷ എഴുതേണ്ടി വരികയാണ്. ഒരു മോശം വിചാരിക്കണ്ട. കാരണം ഇതുണ്ടെങ്കിൽ, ഇതൊരു വട്ടം കിട്ടിയാൽ നിങ്ങൾക്ക് വേറെ ഒന്നും നോക്കാനില്ല. ധൈര്യമായിട്ട് പറയാൻ എനിക്ക് കേട്ടിട്ടുണ്ട് എന്ന്. പിന്നെ എന്ത് സർക്കാർ ഉത്തരവ് മാറിയാലും കോടതി ഉത്തരവുകൾ മാറിയാലും എന്തായാലും ആ സംഭവം നമ്മുടെ കയ്യിലുണ്ടല്ലോ. നമുക്ക് ആ പരീക്ഷയുടെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. ഒന്നാമത്തെ കാര്യം, അഡ്മിറ്റ് കാർഡും ID പ്രൂഫും നിർബന്ധമാണ്. അഡ്മിറ്റ് കാർഡ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഒരു അപ്ലിക്കേഷൻ IDയും അതേപോലെ രജിസ്ട്രേഷൻ IDയും കൊടുത്തിട്ട് നമ്മളുടെ ഹാൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. പരീക്ഷാ ഹാളിൽ ചെല്ലുമ്പോൾ നിർബന്ധമായും ഈ അഡ്മിറ്റ് കാർഡ് കയ്യിൽ വേണം. അതേപോലെ ഒരു വാലിഡ് ആയ ID പ്രൂഫ് വേണം. ഒറിജിനൽ ID പ്രൂഫ് തന്നെ നമ്മുടെ കയ്യിൽ വേണം. അഡ്മിറ്റ് കാർഡിന്റെ പ്രിന്റ് വേണം. ഫോട്ടോ, ആധാറോ പാനോ അങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം നിർബന്ധമായും കയ്യിൽ വേണം. ഇതിന്റെ രണ്ടിന്റെയും ഒറിജിനൽ ആയിരിക്കണം ഉണ്ടാവേണ്ടത്. ഒറിജിനൽ ആയിരിക്കണം ഉണ്ടാവേണ്ടത്. ഇനി അഡ്മിറ്റ് കാർഡില് നമ്മുടെ ക്ലാസ്സിൽ വരുന്ന ഇൻവിജിലേറ്ററുടെ സൈൻ നിർബന്ധമാണ്. ഇൻവിജിലേറ്ററുടെ സൈൻ നിർബന്ധമാണ്. ഇല്ലെങ്കിൽ നിങ്ങൾ കേട്ടിട്ട് പരീക്ഷ ജയിച്ചു, അതിനുശേഷം വെരിഫിക്കേഷൻ നടക്കുമ്പോൾ ഹാൾ ടിക്കറ്റില് ഇൻവിജിലേറ്ററുടെ സൈൻ ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ ആ എക്സാം സെന്ററിൽ പോയി വീണ്ടും അദ്ദേഹത്തെയൊക്കെ കണ്ട് സൈൻ വാങ്ങേണ്ട ഒരു അവസ്ഥ ഉണ്ടാവും. അതേപോലെ പരീക്ഷ കഴിഞ്ഞാൽ ഈ സാധനം എടുത്ത് കളയാനുള്ളതല്ല, ഹാൾ ടിക്കറ്റ് നിർബന്ധമായും എടുത്ത് സൂക്ഷിച്ചു വെക്കണം. നമ്മൾ മനുഷ്യന്മാരാണ്, ചിലപ്പോൾ മറന്നു പോകും. അതുകൊണ്ട് ഞാൻ ഒരു സജഷൻ ചെയ്യാം, പരീക്ഷ കഴിഞ്ഞാൽ ഉടൻ തന്നെ ഇതിന്റെ ഒരു ഡിജിറ്റൽ കോപ്പി കയ്യിൽ ഉണ്ടാക്കുക. ഒരു സ്കാനറോ അങ്ങനെ എന്തെങ്കിലും ഒരു ആപ്ലിക്കേഷൻ വെച്ച് ഇതിനെ ഒന്ന് സ്കാൻ ചെയ്ത് ഫോണിൽ ഒരു ഡിജിറ്റൽ കോപ്പി ആയിട്ട് എടുത്തു വെക്കുക. പറ്റിച്ച ടെലഗ്രാമിലേക്ക് അപ്ലോഡ് ചെയ്ത് വെച്ചാൽ മതി. എന്നാൽ അതവിടെ കാലാകാലം കിടന്നോളും. സൈൻ നിർബന്ധമാണ്. അവിടെ ഇൻവിജിലേറ്റർ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ഹാൾ ടിക്കറ്റും കാര്യങ്ങളൊക്കെ പരിശോധിച്ചു കഴിഞ്ഞാൽ ഹാൾ ടിക്കറ്റിൽ സൈൻ ചെയ്തിട്ടുണ്ടാവണം. നിർബന്ധമായും എല്ലാവരും നോക്കണം. അടുത്ത ഇമ്പോർട്ടന്റ് ആണ് പേന. ജെൽ പെൻ ഉപയോഗിക്കുന്ന കുറെ ആൾക്കാരുണ്ടായിരിക്കും, മഷിപ്പെൻ ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ടായിരിക്കും. പക്ഷെ രണ്ടായാലും നമ്മുടെ OMR റീഡർ അതൊന്നും മാർക്ക് ചെയ്യില്ല. അവന് ബ്ലൂ ഓർ ബ്ലാക്ക് ബോൾ പോയിന്റ് പെന്ന് മാത്രമേ പറ്റുകയുള്ളൂ. അതായത് കറുത്തോ നീലയോ ആയ മഷി ഉള്ള ബോൾ പോയിന്റ് പെന്ന് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. 2 പേനയൊക്കെ കയ്യിൽ വെക്കുക.
കാരണം ഒരാൾ പണിമുടക്കിയാൽ മറ്റേ ആള് നമ്മളെ സഹായിക്കും. കുറച്ച് എഴുതി നമുക്കൊരു തെളിഞ്ഞൊരു പേന ഉണ്ടെങ്കിൽ അത്രയും നല്ലത്. അതേപോലെ ഷാർപ്പ് എഡ്ജായ പേനകൾ ഉപയോഗിക്കാതിരിക്കുക. കാരണം OMR ഷീറ്റാണ്, നമ്മൾ അതിൽ കയറി ഇങ്ങനെ കുത്തി വരികയാണ് ചെയ്യുക. അങ്ങനെ ബബിൾ ചെയ്യുമ്പോൾ ഈ OMR ഷീറ്റ് കീറി പോകാനൊക്കെ സാധ്യതയുണ്ട്. വൺ ടെക്നോ ടിപ്പ് പോലെയുള്ള ഷാർപ്പ് എഡ്ജായത് ഏറ്റവും സുഖം ലെക്സി പോലെ പരന്നൊരു കാര്യം. പണ്ടത്തെ സ്റ്റിക്ക് പേന പറഞ്ഞൊരു സംഭവം ഉണ്ടായിരുന്നു. അതൊക്കെ ആണെങ്കിൽ വളരെ സുഖമാണ്. നമുക്ക് 2 വരെ വരയ്ക്കുമ്പോഴേക്കും നമ്മുടെ മാർക്ക് ചെയ്യണ ബബ്ലിങ്ങും കഴിഞ്ഞു. OMR ഷീറ്റിലുള്ള നിർദ്ദേശങ്ങളൊക്കെ ഒന്ന് വായിക്കുക. ഞാൻ പരീക്ഷ എഴുതുമ്പോൾ ചോദ്യം മുഴുവൻ വായിക്കുക. ചില ആൾക്കാർക്ക് ഉണ്ടായിരിക്കും ഒരു സ്വഭാവമുണ്ട്, ചോദ്യം പകുതി വായിക്കും, അപ്പോഴേക്കും ഉത്തരത്തിൽ ഓപ്ഷൻ A കാണും, അതന്നെ ഉത്തരം പറഞ്ഞിട്ട് ഒരൊറ്റ ചാടിക്കലായിട്ട് കറുപ്പിക്കുന്ന ഒരു പരിപാടി. പക്ഷെ ഇവിടെ നോട്ട് പോലുള്ള സാധനങ്ങളൊക്കെ ഉണ്ടായിരിക്കും ചോദ്യത്തില്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. പരീക്ഷ ചോദ്യ പേപ്പർ നമ്മൾക്ക് കാണിച്ചു തരാം. പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3 എന്നാണ് കാറ്റഗറി 1നും 2നും ഒക്കെ ഉള്ളത്. അപ്പൊ അതിലുള്ളത് നോട്ട് പോലുള്ള സംഭവങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏത് എന്നൊക്കെ ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. അപ്പൊ ഈ നോട്ട് കാണൂല, അല്ലാത്തത് കാണില്ല, നേരെ പോയിട്ട് കറുപ്പിക്കും, ഉത്തരം തെറ്റും. അപ്പൊ അങ്ങനെയൊന്നും ഉണ്ടാവരുത്. അടിയന്തരമായിട്ട് ഇതിൽ ഇങ്ങനെ ടിക്കിട്ട് പോകരുത്. ഓക്കെ ഇതൊക്കെ ശരിയാണെന്ന് പറഞ്ഞിട്ടൊന്നും ടിക്കിട്ട് പോകരുത്. സമയം എളുപ്പമുള്ള ചോദ്യങ്ങളൊക്കെ ആദ്യം ചെയ്യുക, കടുപ്പമുള്ളവയൊക്കെ പിന്നെ ആലോചിച്ച് ചെയ്യണ രീതിയിലേക്ക് മാറ്റി വെക്കുക. എളുപ്പമുള്ളത് കരുതിയിട്ട് ഒക്കെപ്പാടെ ചാടിക്കറിയിട്ട് ആദ്യം തന്നെ കറുപ്പിക്കരുത്. MCQയിലൊക്കെ ആദ്യമായിട്ട് തോന്നുന്ന ഉത്തരം തന്നെയായിരിക്കും മിക്കവാറും ശരിയാവുക. പക്ഷെ അതങ്ങോട്ട് തോന്നുമ്പോഴേക്ക് കയറിയിട്ട് മാർക്ക് ചെയ്യരുത്. ഇനി OMR ഷീറ്റാണ്. OMR ഷീറ്റ് നമ്മൾ കാണിച്ചു തരാം. OMR ഷീറ്റിലുള്ള കാര്യങ്ങൾ നമ്മളവിടെ വെച്ചിട്ടുണ്ട്. നമുക്ക് OMR ഷീറ്റ് വെച്ചിട്ട് തന്നെ കാണിച്ചു തരാം. ഇത് കാറ്റഗറി 1ന്റെ OMR ഷീറ്റാണ്. ഇവിടെ ഇതൊരു സാമ്പിളാണ്, നമ്മുടെ പരീക്ഷാ ഭവന്റെ പ്രോസ്പെക്ടസിൽ നിന്ന് തന്നെ എടുത്തതാണ്. ഇതൊരു സാമ്പിളാണ്. ഇവിടെ നെയിം ഓഫ് ദി കാൻഡിഡേറ്റ് എന്ന് പറയുന്ന സംഭവം വൃത്തിയായിട്ട് നമ്മുടെ പേരെന്താണോ ആ പേര് കൃത്യമായിട്ട് തന്നെ ഓരോ കള്ളിയായിട്ട് എഴുതാം. ഇപ്പൊ ഓരോ കള്ളിയിലും ഓരോ അക്ഷരം എന്ന രീതിയിലാണ് എഴുതേണ്ടത്. ഇപ്പൊ നമ്മുടെ ഇനീഷ്യലൊക്കെ വരുന്നുണ്ടെങ്കിൽ ഫോർ എക്സാമ്പിൾ നമ്മുടെ ഇനീഷ്യല് PK എന്നൊക്കെ ആണെങ്കിൽ ഒരു സ്പേസ് വിട്ടിട്ട് PK എന്നൊക്കെ എഴുതുക. ഇനി നിങ്ങൾ എന്ത് എഴുതിയാലും അതിന് വലിയ പ്രാധാന്യമില്ല എന്നുള്ളതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. കാരണം ഈ ഒരു ഷീറ്റ് OMR റീഡർ മെഷീനാണോ നോക്കുന്നത്, അവന് ബബിൾ ചെയ്തത് മാത്രമേ വായിക്കാൻ പറ്റൂ. അപ്പൊ ഈ പേര് എഴുതുന്നതിൽ ചെറിയ തെറ്റ് വന്നാലും നിങ്ങൾ അധികം പേടിക്കേണ്ട, പക്ഷെ ശ്രദ്ധിച്ചെഴുതുക. സ്വന്തം പേരാണ് എഴുതേണ്ടത്, വേറെ ആൾക്കാരുടെ പേരല്ല എന്നത് ഓർത്തുകൊണ്ട് സ്വന്തം പേര് കൃത്യമായിട്ട് എഴുതുക. ദെൻ ഹാൾ ടിക്കറ്റില് റോൾ നമ്പർ ഉണ്ടായിരിക്കും. ഇപ്പൊ 2, 3, 1 പറഞ്ഞിട്ടുള്ള ആ ഒരു കോഡ്, ഹാൾ ടിക്കറ്റിലുള്ള റോൾ നമ്പർ കൃത്യമായിട്ട് എഴുതിയതിനു ശേഷം കൃത്യമായിട്ട് ബബിൾ ചെയ്യുക. ആദ്യം 0 കിടക്കുന്നത്, നേരെ കയറിയിട്ട് മാർക്ക് ചെയ്യരുത്. ആദ്യം തന്നെ നോക്കിയിട്ട് തന്നെ ചെയ്യുക. ഓരോ കുത്തിട്ടച്ച് പോകും. അപ്പൊ 2, 3, 1 അങ്ങനെയൊക്കെ ആണെങ്കിൽ കൃത്യമായിട്ട് ഓരോ കുത്തിട്ട് വെച്ച് പോകുന്നത് നന്നായിരിക്കും. അതിനുശേഷം മാത്രം ബബിൾ ചെയ്യുക. ദെൻ ബുക്ക്ലെറ്റ് നമ്പർ പറഞ്ഞാൽ നമുക്ക് ബുക്ക്ലെറ്റ് തരും, ചോദ്യപേപ്പർ തരും. ചോദ്യപേപ്പർ തരുമ്പോൾ നമുക്ക് ഓരോ ബുക്ക്ലെറ്റ് ആയിട്ടാണ് കാണിക്കുക. ആ ബുക്ക്ലെറ്റിന് ഒരു നമ്പർ ഉണ്ടായിരിക്കും. ആ ബുക്ക്ലെറ്റിന്റെ നമ്പർ ഒരു സീരിയൽ നമ്പർ ഉണ്ടായിരിക്കും. 6, 2, 1, 4 എന്നൊക്കെ പറഞ്ഞിട്ടൊരു നമ്പർ ഉണ്ടായിരിക്കും. ആ നമ്പറും ഇതേപോലെ വൃത്തിയായിട്ട് എഴുതി ബബിൾ ചെയ്യുക. 6, 2, 1 എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ കൃത്യമായിട്ട് പോയിന്റ് ഇട്ടിട്ട് ബബിൾ ചെയ്യുക. ഈ ബബിൾ ചെയ്യുമ്പോൾ എക്സ്ട്രീം കെയർ കൊടുക്കുക. കാരണം നമ്മൾ ഒരു വട്ടം ബബിൾ ചെയ്താൽ പിന്നെ അത് മാറ്റി ബബിൾ ചെയ്തിട്ടും വലിയ കാര്യമൊന്നുമില്ല, ഇൻവാലിഡ് ആയി പോകും. അതേപോലെ നമ്മുടെ ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റ് നമുക്ക് ഹാളിൽ കയറി കഴിഞ്ഞാൽ ABCD എന്ന 4 ഇതായിട്ടാവും എഴുതിയിട്ടുണ്ടാവുക. നമ്മളിരിക്കുന്ന സീറ്റിലുള്ളത് കോഡും നമ്മുടെ ബുക്ക്ലെറ്റിന്റെ കോഡും അതേപോലെ ഈ സെറ്റ് പറഞ്ഞ് രേഖപ്പെടുത്തുന്ന കോഡും ഒന്നായിരിക്കണം. വളരെ കൃത്യമായി ശ്രദ്ധിക്കുക. ഒരേ കോഡ് ആയിരിക്കണം നമ്മുടെ OMR ഷീറ്റിൽ മാർക്ക് ചെയ്യേണ്ടത്, ബുക്ക്ലെറ്റിൽ ഉണ്ടാവേണ്ടത്, അതേപോലെ നമ്മൾ ഇരിക്കുന്ന സീറ്റിൽ ഉണ്ടാവേണ്ടത്. ഇപ്പൊ A കോഡ് കിട്ടിയെങ്കിൽ A കോഡ് കിട്ടിയാൽ അപ്പം തന്നെ കയറിയിട്ട് A കോഡ് മാർക്ക് ചെയ്യുക. അപ്പുറത്ത് നമ്മുടെ സൈൻ ചെയ്യുക. എന്താ നമ്മുടെ സൈൻ വെച്ചാൽ അത് വൃത്തിയായിട്ട് ഇടുക. ഇതാണ് ഇൻവിജിലേറ്ററുടെ സൈന്. ഇൻവിജിലേറ്റർ അത് പരിശോധിച്ചു കഴിഞ്ഞാൽ അത് ഇൻവിജിലേറ്റർ ഇവിടെയും കൂടിയും ഒപ്പിടും. ഇനി നമുക്ക് ഇവിടെ ഒന്നും ചെയ്യാനില്ല, ഈ ഭാഗത്തൊന്നും ചെയ്യാനില്ല. ഇത് കാറ്റഗറി 1ന്റെ ആണ്. കാറ്റഗറി 1ന്റെ ആവുമ്പോൾ
ഇവിടെ ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് പെഡഗോഗി പറയുന്നിടത്ത് 30 ചോദ്യം, മാത്തമാറ്റിക്സിന് ഒരു 30 ചോദ്യം, EVSന് ഒരു 30 ചോദ്യം. ഇതാണ് പാർട്ട് 1. അപ്പൊ നിങ്ങൾക്ക് കിട്ടുന്ന പാർട്ട് 1 ബുക്ക്ലെറ്റില് ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് പെഡഗോഗി പറഞ്ഞതും EVSും മാത്സും ഉണ്ടായിരിക്കും. ഇതാണ് ആദ്യം ചെയ്യേണ്ടത്. ഓരോന്നും ചോദ്യം വായിച്ച് കൃത്യമായി അറിയുന്നത് മാത്രം ആദ്യം അടയാളപ്പെടുത്തി പോവുക. കൃത്യമായിട്ട് ഓരോന്നും വായിച്ച് അടയാളപ്പെടുത്തുക. ഇപ്പോ എൻവയോൺമെന്റ് ഭാഗം മൊത്തം കഴിഞ്ഞാൽ, അതായത് 3 കഴിഞ്ഞു, ഉടൻ തന്നെ അതിന് മാറ്റി വെച്ച് പോവാതെ ഒരു റൗണ്ടും കൂടി ഒന്ന് നോക്കാനുള്ള സാവകാശം അല്ലെങ്കിൽ സമയം കിട്ടുന്ന രീതിയിൽ മാത്രം നിങ്ങൾ പോകണം. കാരണം നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല ഇതില്. നെഗറ്റീവ് മാർക്ക് ഇപ്പൊ നിലവിലില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ടിപ്പാണ്. അപ്പൊ നമുക്ക് ഈ പെഡഗോഗി ഭാഗത്തെ 1ന് A കിട്ടി, 2 B കിട്ടി, 3-ാമത്തെയും 4-ാമത്തെയും ചോദ്യം അറിയില്ല നിങ്ങൾക്ക്. 3, 4, 5 ഒന്നും അറിയില്ല. 6-ാമത്തെ C ആണ്, 7-ാമത്തെ വീണ്ടും A കിട്ടി. അങ്ങനെ അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് കുറച്ചൊക്കെ അറിയാം. അപ്പൊ ഇവിടെ 3 എണ്ണം നമുക്ക് അറിയുന്നില്ല. അപ്പൊ ഈ 3 എണ്ണം നമുക്ക് അറിയുന്നില്ല. ഞാൻ സജസ്റ്റ് ചെയ്യും, നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല എന്നതുകൊണ്ട് ഒരേ കോഡിന് കയറിയിട്ട് കറുപ്പിക്കുക. ഇപ്പോ 1 A ആണ് ഇവിടെ നമ്മുടെ ശരിക്കും നമുക്ക് അറിയാം, 2ന് B ആണ്. ഞാൻ കറുപ്പിക്കുമ്പോൾ കറുപ്പിക്കരുത്, ഇത് നമ്മൾ ഡിസ്പ്ലേയിൽ ചെയ്യുന്നത് കൊണ്ടാണ്. ഒറിജിനൽ ഷീറ്റിൽ കൃത്യമായി കറുപ്പിക്കണം. ഇപ്പോ 1 A, 2 B, 3, 4, 5 അറിയില്ല, 6ന്റെ ഉത്തരം C ആണ്, 7ന്റെ ഉത്തരം A ആണ്. ഇങ്ങനെ കറുപ്പിച്ചു പോയി. അപ്പൊ നമുക്ക് ഈ ഒരു ഭാഗത്തെ ഒന്നും അറിയില്ലെങ്കിൽ ഒരേ കോഡിന് കയറി കറുപ്പിക്കാം. പ്രോബബിലിറ്റി കൂടും. കാരണം നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല. നെഗറ്റീവ് ഇല്ലാത്തോടത്തോളം കാലം നമുക്ക് പ്രോബബിലിറ്റി, ചാൻസസ് ഓഫ് ആൻസർ കൂടുതലായിരിക്കും. അപ്പൊ ഒരേ കോഡാവുമ്പോൾ, അത് വ്യത്യസ്ത കോഡാണെങ്കിൽ നമുക്ക് കിട്ടില്ല കേട്ടോ. ഒരേ കോഡിന് കയറി കറുപ്പിക്കുക. 5 എണ്ണൊക്കെ ഒരേപോലെ കറുപ്പിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ 1, 2 ശരിയായാൽ നമുക്ക് 0 കിട്ടണേലും മെച്ചാണ് 2 മാർക്ക് കൂടിയും കിട്ടുന്നത്. അതൊന്ന് ശ്രദ്ധിക്കുക. അതൊരു ടിപ്പായിട്ട് തന്നെ കൂട്ടിക്കോളൂ. ഇനി പാർട്ട് 2 ഉണ്ട്, പാർട്ട് 3 ഉണ്ട്. ഇതേപോലെ നിങ്ങൾക്ക് 2 ക്വസ്റ്റ്യൻ പേപ്പർ തരും, ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റ് തരും. അവിടെ ലാംഗ്വേജ് 1, ലാംഗ്വേജ് 2 ഇങ്ങനെ 2 എണ്ണമാണ് നമുക്ക് ചെയ്യാനുള്ളത്. പാർട്ട് 2 നിങ്ങളുടെ ഹാൾ ടിക്കറ്റിൽ മലയാളം, ഇംഗ്ലീഷ് ഏതാണോ നിങ്ങൾ കൊടുത്തത് അതിനുള്ള ഭാഗം നിങ്ങൾ ഉറപ്പായും കറുപ്പിക്കണം. അപ്പൊ പാർട്ട് 2 ഹാൾ ടിക്കറ്റിൽ മലയാളം ആണെങ്കിൽ നിങ്ങളുടെ പാർട്ട് 2 ബുക്ക്ലെറ്റിലെ മലയാളം ചോദ്യങ്ങളായിരിക്കണം നിങ്ങൾ ചെയ്യേണ്ടത്. അല്ലാതെ അവിടെ കയറിയിട്ട് ഇംഗ്ലീഷ് ചെയ്തിട്ട് കാര്യമില്ല. ഇനി ഇതേപോലെ പാർട്ട് 3 പറഞ്ഞിട്ടൊരു ബുക്ക്ലെറ്റ് വേറെ തരും. ആ ബുക്ക്ലെറ്റില് നിങ്ങൾക്ക് ഇംഗ്ലീഷ്, മലയാളം അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഭാഷ ഉണ്ടായിരിക്കും. അത് നിങ്ങൾ ഏതാണോ കൊടുത്തത് അത് കൃത്യമായിട്ട് കറുപ്പിച്ചാൽ മാത്രമേ OMR റീഡർ ഈ സാധനം മാർക്ക് ചെയ്യൂ അല്ലെങ്കിൽ റീഡ് ചെയ്യുകയുള്ളൂ. ഇത് ചെയ്യാൻ മറന്നു. ഇപ്പൊ ഈ ഒരു സംഭവം ചെയ്യാൻ മറന്നു. പാർട്ട് 3ലെയും പാർട്ട് 2ന്റെയും ചോയ്സ് ഏതാണെന്ന് നിങ്ങൾ മാർക്ക് ചെയ്യാൻ മറന്നിട്ട് ഇവിടെയുള്ള 90 മുതൽ ഇത്ര ചോദ്യങ്ങൾ നിങ്ങൾ ചെയ്താലും 0 മാർക്കായിരിക്കും കിട്ടുക. 0 മാർക്കാണ് കിട്ടുക. കാരണം റീഡറിന് അറിയില്ല നിങ്ങളിപ്പോ ഇതില് മലയാളമാണോ, തമിഴാണോ, കന്നഡയാണോ എഴുതിയെന്ന് റീഡറിന് അറിയില്ല. അപ്പോ എക്സ്ട്രീം കെയർ എടുക്കുക. നിങ്ങൾ ഏത് പാർട്ട്, ഏത് ഭാഗം എഴുതുന്നു എന്നത് കൃത്യമായി മാർക്ക് ചെയ്തതിന് ശേഷം മാത്രം അടുത്തതിലേക്ക് പോകണം. ഉത്തരം എഴുതണേക്കാളും പ്രാധാന്യമായിരിക്കണം ഇങ്ങനത്തെ സാധനങ്ങള് ഇങ്ങനത്തെ സാധനങ്ങള് മാർക്ക് ചെയ്യാൻ. ഇല്ലെങ്കിൽ അതൊക്കെ നമുക്ക് വേസ്റ്റ് ഓഫ് ടൈം ആണ്, ഒന്നും കിട്ടില്ല. നിങ്ങൾ പരീക്ഷ ഇൻവാലിഡ് ആയി പോകും. ഇൻവാലിഡ് ആവുക പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്കൊക്കെ ഉത്തരം വരും, ബാക്കിയുള്ളവർക്കൊക്കെ സ്കോർ ഷീറ്റ് വരും, നമുക്ക് മാത്രം വരില്ല. ഞാൻ കാണിച്ചു തരാം അതിന്റെ ഒരു സാമ്പിള്. ഇത് കാറ്റഗറി 2ന്റെ ആണ്. ഇതേപോലെ തന്നെയാണ് OMR ഷീറ്റ് വരിക. ഇവിടെയും പെഡഗോഗി 30 മാർക്കിന് വരും. ദെൻ പാർട്ട് 1ലെ മാത്സ്, സയൻസ്, സോഷ്യൽ സയൻസ് പറഞ്ഞിട്ട് ബാക്കിയുള്ള 60 എണ്ണം ഉണ്ടാവും. തൊട്ടു താഴെ പാർട്ട് 2, പാർട്ട് 3ല് ലാംഗ്വേജ് ഏതാണോ സെലക്ട് ചെയ്യാതുണ്ടാവും. ഇവിടെ പെഡഗോഗിക്ക് മാറ്റില്ല. ബാക്കിയുള്ള ഇതിലുള്ള കാറ്റഗറി 1ല് 30 മാർക്ക് ചോദിച്ച പോലെയുള്ള പെഡഗോഗി ഭാഗം, സൈക്കോളജി ഭാഗം തന്നെയാണ് കാറ്റഗറി 2നും വരുന്നത്. പക്ഷേ പാർട്ട് 1ല് മാത്സ് ഓർ സയൻസ്, സോഷ്യൽ സയൻസ് എന്ന 2 ഭാഗങ്ങൾ ഇവിടെ ഉണ്ടായിരിക്കും. ഈ പരീക്ഷ എഴുതണ ഈ സമയം വരെ നിങ്ങൾക്ക് തീരുമാനിക്കാൻ ഞാൻ സോഷ്യൽ എഴുതണോ, കണക്കിന്റെയും സയൻസിന്റെയും ഭാഗം എഴുതണോന്ന്. അല്ലാതെ വേറെ എവിടെയും അത് വരുന്നില്ല. ഇപ്പൊ സോഷ്യൽ എഴുതണ അധ്യാപകനാണെങ്കിൽ സോഷ്യൽ സയൻസ് എന്നത് കൃത്യമായി മാർക്ക് ചെയ്തിട്ട് മാത്രം ബാക്കിയുള്ളത് എഴുതുക.
അതല്ലാതെ നിങ്ങളത് മാർക്ക് ചെയ്തില്ല, ബാക്കിയുള്ള ആൻസറുകൾ ഈ 10-60 ആൻസറുകൾ എഴുതിയിട്ട് അങ്ങോട്ട് പോയി, ഈ സംഭവം എഴുതാൻ മറന്നുവെങ്കിൽ OMR റീഡറിന് അറിയില്ല ഇത് സയൻസ് ആണോ മാത്സ് ആണോ സോഷ്യൽ ആണോ എന്നുള്ളത്. അവൻ മനുഷ്യനല്ല. അവന്റെ കണ്ണിലോ അല്ലെങ്കിൽ നമ്മുടെ കണ്ണിലോ കുറേയേറെ ബബിൾ ചെയ്ത സാധനം മാത്രമേ ഉള്ളൂ. ഇത് ഏതാ അറിയില്ല, വാലിഡ് ആവില്ല, ഇൻവാലിഡ് ആയി പോകും, മാർക്ക് കയറില്ല. അപ്പൊ ഉറപ്പായും ഈ ഒരു സ്ഥലം മറക്കരുത്. ഏതാണ് നിങ്ങൾ എഴുതുന്നത് എന്ന് കൃത്യമായി മാർക്ക് ചെയ്തതിന് ശേഷം മാത്രം ബാക്കിയുള്ള ചോദ്യങ്ങളിലേക്ക് പോവുക. നേരത്തെ പറഞ്ഞ അതേപോലെ തന്നെ ലാംഗ്വേജ് 1ഉം ലാംഗ്വേജ് 2 ഉണ്ട്. പാർട്ട് 2 ഇംഗ്ലീഷ് മലയാളം ഇത് നിങ്ങൾ തീരുമാനിക്കേണ്ടത് നിങ്ങളുടെ ഹാൾ ടിക്കറ്റിൽ ഏതാണോ തന്നിട്ടുള്ളത്, ഹാൾ ടിക്കറ്റിൽ ഏതാണ് തന്നിട്ടുള്ളത് അത് മാത്രം ഇവിടെ എഴുതുക. ഹാൾ ടിക്കറ്റിൽ പാർട്ട് 2 മലയാളം ആണെങ്കിൽ മലയാളം എഴുതുക. ഹാൾ ടിക്കറ്റിൽ പാർട്ട് 2 ഇംഗ്ലീഷ് ആണെങ്കിൽ ഇംഗ്ലീഷ് കയറി കറപ്പിക്കുക. അതിനുശേഷം ആൻസർ എഴുതുക. ഇതേ സാധനം തന്നെയാണ് പാർട്ട് 3യുടെ ഭാഗം. 3ാമത്തെ ബുക്ക്ലെറ്റ് ലാംഗ്വേജ് 2. ലാംഗ്വേജ് 2ല് നിങ്ങളുടെ ഹാൾ ടിക്കറ്റിൽ ഏതാണോ അത് മാർക്ക് ചെയ്യുക. അത് മാർക്ക് ചെയ്തതിന് ശേഷം മാത്രം എഴുതുക. ക്ലിയർ അല്ലേ? അടുത്ത ഭാഗം കാണിച്ചു തരാം. നമ്മുടെ കാറ്റഗറി 3ന്റെ ആൾക്കാർക്കുള്ളതാണ്. ഇതൊക്കെ സെയിം തന്നെയാണ്. മുകളിലെ ഭാഗം ഈ ഭാഗം ഫുള്ള് സെയിം ആണ്. പേര് എഴുതണതും റോൾ നമ്പർ, ബുക്ക്ലെറ്റ് നമ്പർ, സെറ്റ്, കാൻഡിഡേറ്റിന്റെ സിഗ്നേച്ചർ, ഇൻവിജിലേറ്റർ അതിലൊന്നും ഒരു വ്യത്യാസമില്ല. പക്ഷെ ഇവിടെ വരുന്ന വ്യത്യാസം വരുന്നത് പാർട്ട് 1ല് അഡോളസന്റ് സൈക്കോളജി, തിയറീസ് ഓഫ് ലേണിംഗ് ആൻഡ് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് പറഞ്ഞ ഈ ഭാഗത്ത് 40 ചോദ്യങ്ങളാണ് ഇവർക്കുള്ളത്. 40ഓളം ചോദ്യങ്ങളുണ്ട്. അടുത്തത് അതിന്റെ പാർട്ട് 2 ലാംഗ്വേജ് മലയാളം ഇംഗ്ലീഷ് ആണോ തമിഴ് കന്നഡയാണോ എന്നുള്ളത് ഇവിടെ ഉണ്ട്. അതിലേതാണെങ്കിൽ ഹാൾ ടിക്കറ്റിൽ ഏതാണോ ഉള്ളത് അത് തന്നെ ഇവിടെ മാർക്ക് ചെയ്തതിനു ശേഷം ഉത്തരം എഴുതണം. ദെൻ അവരുടെ അടുത്തതാണ് മെയിൻ കോർ സബ്ജക്റ്റ് ആണ്. കോർ സബ്ജക്ട് ഏതാണ്? സബ്ജക്ട് സ്പെസിഫിക് പേപ്പർ. ഇപ്പോ BEd എടുത്ത ആൾക്കാർക്ക് കുറെ വിഷയങ്ങളുണ്ട്. മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി, അറബി, ഉറുദു എല്ലാം ഉണ്ട്. ഫിസിക്കൽ സയൻസ് ഉണ്ട്, നാച്ചുറൽ സയൻസ് ഉണ്ട്. ഏതാണ്? ഇപ്പൊ ഫിസിക്കൽ സയൻസ് ആണെങ്കിൽ ഫിസിക്കൽ സയൻസ് ക്ലിയർ ആയിട്ട് മാർക്ക് ചെയ്തതിന് ശേഷം മാത്രമാണ് പരീക്ഷ എഴുതേണ്ടത്. അല്ലാതെ അത് എഴുതരുത്. നിങ്ങൾ ആ 150 ചോദ്യങ്ങൾ എഴുതിയാലും ഈ സൈഡിൽ മാർക്ക് ചെയ്യേണ്ടത് മറന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ ആൻസർ ഷീറ്റ് നോക്കിയിട്ട് ഒരു കാര്യമില്ല, നിങ്ങൾക്ക് റിസൾട്ട് വരില്ല. അടുത്തത് കാറ്റഗറി 4ന്റെ അപ്പൊ ഞാൻ കാണിച്ചു തരാം. ഇതാ ഈ പറഞ്ഞ സംഭവം. ഇപ്പൊ ഇതൊരു OMR ഷീറ്റ് ആണ്. OMR ഷീറ്റിൽ ഈ ആള് മുഴുവൻ കാര്യങ്ങളൊക്കെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇത് സ്ക്രീൻഷോട്ട് അടിച്ചതാണ്. അപ്പോ ഇതൊക്കെ മാർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഈ ഒരു സംഭവം, ഈ ഒരു ഭാഗം മാർക്ക് ചെയ്തിട്ടേ ഇല്ല. അപ്പൊ ഈ ഒരു ഭാഗം മാർക്ക് ചെയ്യാത്തത് കൊണ്ട് ഏതാണ് എന്നുള്ളത് OMR റീഡറിന് മനസ്സിലാവില്ല. OMR റീഡറിന് മനസ്സിലായില്ലെങ്കിൽ OMR റീഡർ ഇതേപോലുള്ള ഉത്തരം വരും. ഡിസ്ക്വാളിഫൈഡ്, ഇൻവാലിഡ്, OMR ഡീറ്റെയിൽസ്. അതേപോലെ ബുക്ക്ലെറ്റിന്റെ നമ്പർ മാറിക്കഴിഞ്ഞാൽ ഇൻവാലിഡ് ബുക്ക്ലെറ്റ്. ഇവിടെ ഒന്നും വരില്ല, ബാക്കിയുള്ളവർക്കൊക്കെ ഇവിടെ മാർക്ക് വരും. നമുക്ക് മാത്രം മാർക്ക് വരില്ല. അപ്പൊ നമ്മൾ ആലോചിക്കും നമ്മളെ മാത്രം എന്താ OMR റീഡറിന് എന്താ ഇഷ്ടമല്ലേ എന്ന് കരുതും. അങ്ങനെയൊന്നുമില്ല. OMR റീഡറിന് ആണായാലും പെണ്ണായാലും വയസ്സ് കൂടിയായാലും വയസ്സ് കുറഞ്ഞ കുട്ടിയായാലും ഒക്കെ സെയിം ആണ്. അവനുള്ളത് ഈ മാർക്ക് ചെയ്യേണ്ട, ഈ ബബിൾ ചെയ്യേണ്ട ഈ ഒരു കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ക്ലിയർ അല്ലേ? അപ്പൊ OMR ഷീറ്റുകൾ മാർക്ക് ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. റോൾ നമ്പറും വിവരങ്ങളും കൃത്യമായി എഴുതണം. ഷെയ്ഡിങ് പൂർണ്ണമായും ഇരുണ്ട രീതിയിൽ തന്നെ ഷെയ്ഡ് ചെയ്യണം. അതിൽ കയറിയിട്ട് നമ്മുടെ ഇങ്ങനത്തെ ഇൻഡൂടല്, ടിക്കിട്ട് പോക്ക്, ഈ പരിപാടിയൊന്നുമില്ല. OMR പറഞ്ഞു കഴിഞ്ഞാൽ വട്ടം ഉണ്ടെങ്കിൽ ആ വട്ടം മൊത്തമായിട്ട് ബബിൾ ചെയ്യാണ് വേണ്ടത്, ബാക്കിയുള്ളതൊന്നും വരില്ല. അതേപോലെ ABCD 4 ഓപ്ഷനാണ് ഒരു ചോദ്യത്തിനുള്ളത്. ചോദ്യത്തിന് ഒരു ഓപ്ഷന് മാത്രമേ ഉത്തരം എഴുതാൻ പാടൂ. ബാക്കിയുള്ളതിനൊക്കെ പാടെ കയറി കറപ്പിച്ചിട്ട് ഇതിന്റെ ഉത്തരം ശരിയാണ് പറഞ്ഞാല് റീഡർ സമ്മതിക്കില്ല. അപ്പൊ ഏതേലും ഒന്ന് ഒരു ചോദ്യത്തിന് ഒരു ഓപ്ഷൻ മാത്രം. അപ്പൊ ആ കുത്തണത് കൃത്യമായി ആലോചിച്ചതിന് ശേഷം മാത്രം കുത്തുക. OMR റീഡർ ഇറേസർ ഒന്നും കൊണ്ടുപോകാൻ പറ്റില്ല. ഇറേസർ പറഞ്ഞു കഴിഞ്ഞാൽ മായ്പ് റബ്ബർ എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, അത് ഉപയോഗിക്കാനേ പാടില്ല. പെൻസിൽ ഉപയോഗിക്കാൻ പറ്റില്ല. ആകെ ഈ 2 ബോൾ പോയിന്റ് പെന്നും നിങ്ങളും ഹാൾ ടിക്കറ്റും ID കാർഡും മാത്രം പോയാൽ മതി. അതേപോലെ ചോദ്യ നമ്പർ, ചോദ്യം കൃത്യമായിട്ട് വായിക്കുക. ആ ചോദ്യത്തിന് ഇപ്പൊ 12ാമത്തെ ചോദ്യത്തിന് ഉത്തരാണെങ്കിൽ 12ാമത്തെ നമ്പറിന് നേരമാണ് മാർക്ക് ചെയ്യാൻ. അത് കയറിയിട്ട് 13ന് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ മൊത്തം ഉത്തരങ്ങൾ തെറ്റിപ്പോവും എന്ന് ആലോചിക്കുക.
ഒരു ഡിസ്കൗണ്ടും നമുക്ക് കിട്ടില്ല. നമ്മൾ പ്രായം കൂടി, ഇപ്പൊ 51 വയസ്സായി, എനിക്ക് പ്രായം കൂടിയതല്ലേ, അതിങ്ങനെ തെറ്റാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, റീഡർ വായിക്കില്ല. ഓരോ ചോദ്യവും സ്പെസിഫിക് ആയി വായിച്ച് വൃത്തിയായി മനസ്സിലായതിനു ശേഷം മാത്രം ചെയ്യുക. OMR ഷീറ്റ് മടക്കരുത്, ചുളിക്കരുത്. അതിന്റെ ബാർകോഡിന്റെ ഒരു ഭാഗം ഉണ്ടായിരിക്കും, അതൊക്കെ വൃത്തിയായിട്ട് നോക്കുക. കൈ വേർപ്പൊക്കെ ഉള്ളവര് ഒരു ടവലൊക്കെ കൊണ്ടുപോയി നന്നായിട്ട് തുടച്ച് ഇതാക്കുക. കാരണം ഇതിന്റെ ഇങ്ക് പടർന്നു കഴിഞ്ഞാൽ, ഇങ്ക് പറഞ്ഞ മഷി പടർന്നു കഴിഞ്ഞാൽ റീഡർ മൊത്തത്തിൽ കോംപ്ലിക്കേറ്റഡ് ആവും, നമ്മുടെ OMR ഷീറ്റിന് വാലിഡ് ആവില്ല. അപ്പൊ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. എല്ലാവരും വൃത്തിയായിട്ട്, മാക്സിമം വൃത്തിയായിട്ട് തന്നെ പരീക്ഷ എഴുതുക. നിങ്ങളുടെ ഓരോ കോഡും വൃത്തിയായിട്ട് തന്നെ എഴുതുക. ഇനി നമുക്ക് ചോദ്യ പേപ്പറുകൾ കൂടി ജസ്റ്റ് ഒന്ന് കാണാം. കേട്ടറ്റ് ഏപ്രിൽ 2024 ചോദ്യ പേപ്പറാണ് ഈ കിടക്കണത്. കേട്ടറ്റ് ഏപ്രിൽ 2024 ആണ്. ഇതാണ് ഞാൻ പറഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പർ ബുക്ക്ലെറ്റ് സീരിയൽ നമ്പർ. ഈ സംഭവം നമ്മുടെ OMR ഷീറ്റ് നിർബന്ധമായിട്ടും എഴുതിയിരിക്കണം. അതല്ലെങ്കിൽ നമ്മുടെ ആൻസർ ഷീറ്റ് ഇൻവാലിഡ് ആയി പോവും. അപ്പോ ഇത് വൃത്തിയായി നോക്കാം. കാറ്റഗറി 2 പാർട്ട് 1 ഇതൊക്കെയാണ് വരുന്നത്. ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് പെഡഗോഗി, മാത്സ്, സയൻസ്, സോഷ്യൽ സയൻസ്, ഇത്രയും ഭാഗമുള്ള ഒരു കുഞ്ഞു ബുക്കായിട്ടാണ് നിങ്ങൾക്ക് ഇത് കിട്ടുക. ഏകദേശം ഇതിൽ ഇത് എഴുതിയിട്ടുണ്ട്. 46 പേജോളം ചോദ്യം ഉണ്ടായിരിക്കും. 48 പേജാണ് ഉള്ളത് മൊത്തത്തിലുള്ളത്. ഇതിലൊരു സീൽ ഉണ്ടായിരിക്കും. ഈ ഭാഗങ്ങളൊക്കെ ഒന്ന് വായിച്ചു നോക്കുക. കാരണം ഇത് പൊട്ടിക്കണതിന് മുന്നേ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. ദെൻ ഓരോ ചോദ്യങ്ങളും ഇങ്ങനെ ചെയ്ത് വരിക. അപ്പം ഈ ഒരു ചോദ്യം കണ്ടു, അപ്പോഴേക്കും ഇത് കയറി കറപ്പിക്കേണ്ട ഒരു ആവശ്യമൊന്നുമില്ല. ചോദ്യം വൃത്തിയായി വായിച്ചിട്ട് നോക്കുക. ഇപ്പൊ ഇതില് മലയാളത്തിന്റെ ഭാഗം ഉണ്ടായിരിക്കും, ഇംഗ്ലീഷിന്റെ ഭാഗം ഉണ്ടായിരിക്കും. ഈ ഭാഗത്ത് ഇപ്പൊ ഇംഗ്ലീഷിന്റെ ഭാഗമാണ് ഒന്നും കൂടി നിങ്ങൾക്ക് സ്യൂട്ടബിൾ എങ്കിൽ ഇംഗ്ലീഷിന്റെ ഭാഗം മാത്രം നോക്കിയാൽ മതി. ഇനി ഇവിടെ വല്ല പ്രശ്നം ഉണ്ടെങ്കിൽ അതിന് മലയാളീകരിച്ച് ഇപ്പുറത്ത് തന്നിട്ടുണ്ടായിരിക്കും. എപ്പോഴും രണ്ടും ഒന്ന് കണ്ണോടിക്കുന്നത് നന്നായിരിക്കും. ചില വാക്കുകളൊക്കെ ചിലപ്പോ ബുദ്ധിമുട്ടുണ്ടാവാം. അപ്പൊ ആ ബുദ്ധിമുട്ടുള്ള വാക്കുകൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ക്ലിയർ ആയിട്ട് പോകണം, ഇല്ലെങ്കിൽ അത് ബുദ്ധിമുട്ടാണ്. ഇനി ഓരോ ചോദ്യങ്ങൾ ഇതേപോലെ പ്രസ്താവന ടൈപ്പ് ചോദ്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. പ്രസ്താവന ടൈപ്പ് ചോദ്യങ്ങളാകുമ്പോൾ ഇപ്പൊ ശരിയാണോ തെറ്റാണോ എന്നൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ തന്നെ ശരിയും തെറ്റൊക്കെ ഇട്ടിട്ട് മാർക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ശരിയായവ തിരഞ്ഞെടുക്കുക, തെറ്റായത് തിരഞ്ഞെടുക്കുക എന്നൊക്കെ കാണാൻ പറ്റും. ഇനി ഒരു ടെസ്റ്റ് കണ്ടോളൂ. സെലക്ട് ദ ട്രൂ ഓപ്ഷൻ, ചിലയിടത്ത് ഫാൾസ് ഓപ്ഷൻ, ചിലയിടത്ത് നോട്ട് ആൻഡ് ഓപ്ഷൻ എന്നൊക്കെ പറയും. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. പിന്നെ ഡയറക്റ്റ് ആയിട്ട് ഇതേപോലെയുള്ള സൈക്കോളജിയുടെ ഭാഗം നോക്കൂ. ഡയറക്റ്റ് ആയിട്ടുള്ള ഇങ്ങനത്തെ ചോദ്യങ്ങളും കാണാൻ പറ്റും. ഒറ്റയടിക്ക് ഉത്തരം എഴുതാൻ പറ്റുന്നത്, അതേപോലെ ഒന്ന് ചിന്തിച്ചിട്ട് ഉത്തരം എഴുതാൻ പറ്റുന്ന ടൈപ്പ് ചോദ്യങ്ങളും ഉണ്ടായിരിക്കും. ഇപ്പൊ ചിന്തിച്ച് എഴുതാൻ പറ്റുന്നതൊക്കെ ചിന്തിച്ച് തന്നെ പരീക്ഷയ്ക്ക് എഴുതുക. ഇനി സൈക്കോളജിയുടെ കേസ് പ്രത്യേകിച്ച് ഞാൻ ഒരു കാര്യം കൂടി പറയട്ടെ. സൈക്കോളജി പറഞ്ഞ വിഷയം എല്ലാത്തിലും കോമൺ ആണ്. കാറ്റഗറി 1, 2, 3, 4 എല്ലാത്തിലും കോമൺ ആണ്. 1ലും 2ലും ഏകദേശം 30 മാർക്കിന് സൈക്കോളജി പറഞ്ഞ ഭാഗത്തു നിന്നും മാത്രം വരുന്നുണ്ട്. 3ക്കും 4നൊക്കെ അത് 40 മാർക്കിനാണ് വരുന്നത്. ഇനി ഇതേപോലെ നിങ്ങളുടെ ഓരോ വിഷയങ്ങളിലും പെഡഗോഗിയുടെ ഭാഗം വരുന്നുണ്ട്. പെഡഗോഗിയുടെ ഭാഗം വരിക പറഞ്ഞാൽ ഇതന്നെ സൈക്കോളജിയുടെ ഭാഗം തന്നെയാണ്. അപ്പോ എങ്ങനെ നോക്കിയാലും സൈക്കോളജി പറഞ്ഞ ഭാഗത്തു നിന്ന് ഒരു 50 മാർക്കിനുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് സുഖമായിട്ട് ഒരു പരീക്ഷാ പേപ്പറിൽ നിന്ന് കിട്ടും. കാരണം മലയാളത്തിൽ വരും, ഇംഗ്ലീഷിൽ വരും, സോഷ്യലിൽ വരും, കണക്കിൽ വരും, എല്ലായിടത്തുനിന്നും പെഡഗോഗിയുടെ ഭാഗത്തു നിന്ന് ചോദ്യം ഉണ്ടായിരിക്കും. ആ ചോദ്യങ്ങൾ എന്നത് സൈക്കോളജിയിൽ നമ്മൾ എന്ത് പഠിച്ചോ അത് തന്നെയായിരിക്കും ഉണ്ടാവുക. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, സൈക്കോളജിയുടെ ഭാഗം വൃത്തിയായിട്ട് പഠിക്കുക. 30 മാർക്കല്ലേ എഴുതിയിട്ട് അത് വിടാൻ നിൽക്കരുത്. 30ന്റെ ഒപ്പം ഒരു 20 മാർക്ക് കൂടി എക്സ്ട്രാ കിട്ടുകയാണെങ്കിൽ നമ്മൾ എന്തിനാ വെറുതെ കളയണത്? അപ്പൊ അതും കൂടി നോക്കുക. ഇനി ഇതിങ്ങനെ പോയിട്ട് കുറച്ച് കഴിഞ്ഞാൽ കണക്കിന്റെ ഭാഗം വരും. അപ്പൊ ആ ചോദ്യങ്ങളൊക്കെ കൃത്യമായിട്ട് വായിച്ച് എഴുതുക. ഇത് കഴിഞ്ഞാൽ നമ്മുടെ സോഷ്യലിന്റെ ഭാഗം ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് ഓരോ ചോദ്യങ്ങൾ ഇപ്പൊ എടുത്ത് നോക്കിയാൽ നമുക്കത് വലിയൊരു കണ്ടന്റായി മാറും. അതുകൊണ്ടാണ് ഇത് ഓടിച്ചു വരുന്നത്. ഇതാ സോഷ്യലിന്റെ കാര്യങ്ങൾ കണ്ടോ. സോഷ്യൽ 31 to 90, അപ്പൊ 31 മുതൽ 90 വരെ. പക്ഷെ അപ്പൊ ശ്രദ്ധിക്കേണ്ടത് ഈ ഭാഗത്ത് നമ്മുടെ OMR ഷീറ്റില് സോഷ്യൽ സയൻസ് എന്നതിന്റെ അവിടെ കയറിയിട്ട് ബബിൾ ചെയ്തിരിക്കണം. ഇല്ലെങ്കിൽ ആ ഒരു ആൻസർ ഷീറ്റ് ഇൻവാലിഡ് ആവും. എല്ലാ കാര്യങ്ങളും കൃത്യമല്ലേ എന്ന് നോക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, ഓരോന്നും അറ്റംപ്റ്റ് ചെയ്യുക. ഇതേപോലെ അടുത്ത സെക്കൻഡ് ഭാഗമാണ് പാർട്ട് 2. കാറ്റഗറി 2ന്റെ പാർട്ട് 2ഉം പാർട്ട് 3യും ഇവിടെ ഉണ്ടായിരിക്കും. പാർട്ട് ഏതാണെന്നുള്ളത്, ആ പാർട്ട് ഏതാന്നുള്ളത് ഇവിടെ ഉണ്ടായിരിക്കും. അതേപോലെ മലയാളം, ഇംഗ്ലീഷ് നിങ്ങളുടെ ഹാൾ ടിക്കറ്റിൽ ഏതാണോ കിടക്കുന്നത്, ഏത് ഭാഷയാണോ കിടക്കുന്നത് അത് മാത്രം എടുത്തിട്ട് ഇതിൽ എഴുതുക എന്നത് ശ്രദ്ധിക്കുക. അപ്പോ ഒരു പേടിയും പേടിക്കേണ്ട, നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമായി സാധിക്കും. കാരണം ഞങ്ങളെക്കാട്ടിലും എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണ് നിങ്ങൾ എല്ലാവരും.
നിങ്ങളെല്ലാവരും നിങ്ങളുടേതായ രീതിയിൽ വൃത്തിയായിട്ട് പരീക്ഷ എഴുതുക. യാതൊരു ടെൻഷനും കൂടാതെ തന്നെ പരീക്ഷാ ഹാളിൽ പോവുക. ചോദ്യങ്ങളൊക്കെ കാണുമ്പോൾ കൈ വരയ്ക്കാതെ തന്നെ ഓരോ ചോദ്യങ്ങളെ അറ്റംപ്റ്റ് ചെയ്യുക. ഞങ്ങളുടെ ഈ ഒരു എളിയ ഉദ്യമത്തിലേക്ക് നിങ്ങളെ എല്ലാവരും പങ്കുചേർന്നതിൽ വളരെയധികം നന്ദിയുണ്ട്. കൂടാതെ ഞങ്ങളുടെ ആപ്പാണ് സെല്ല ആപ്പ് പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലൊക്കെ ലഭ്യമാണ്. നിങ്ങൾക്ക് ഇപ്രാവശ്യം സമയപരിമിതി ഉണ്ടായിട്ടുണ്ട്. കൃത്യമായി ഒരു 1-1.5-2 മാസത്തിന്റെ ഉള്ളിലാണ് നമ്മുടെ ഈ കേട്ടറ്റിന്റെ ഈ ഒരു ഇഷ്യൂ വരലും കേട്ടറ്റിന്റെ പ്രിപ്പറേഷനും പരീക്ഷയൊക്കെ വന്നത്. അപ്പൊ അതിനേക്കാളും സമയം ഇനി മെയ് മാസത്തെ ക്ലാസ്സുകൾ പരീക്ഷയ്ക്ക് ഉണ്ട്. ഒരു പരീക്ഷയും കൂടി ഇപ്പൊ അടുത്ത് തന്നെ സർവീസുകാർക്ക് മാത്രമായിട്ടുണ്ടാവുമെന്ന് ഗവൺമെന്റ് അറിയിച്ചിട്ടുണ്ട്. ഈ SSLCയുടെ തിരക്കൊക്കെ ആയിട്ടാണ് അത് മെയ് മാസത്തിലേക്ക് മാറ്റി വെച്ചിട്ടുള്ളത്. അപ്പൊ മെയ് മാസം ആ പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് തയ്യാറെടുക്കാൻ സമയം ഉണ്ട്. നിങ്ങൾ ഞങ്ങളുടെ ഒപ്പം തയ്യാറെടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പ്ലേ സ്റ്റോറിൽ നിന്നും ഈ ഒരു സെല്ല ആപ്പ് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് ഞങ്ങളുടെ കോഴ്സുകളും ടെസ്റ്റ് സീരീസുകളൊക്കെ ഉപയോഗിക്കാം. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി. ഞങ്ങളുടെ ഈ ഒരു സെല്ല ആപ്പിന്റെ പങ്കാളിയായതിനും ഞങ്ങളുടെ ഈ ഒരു കുഞ്ഞു വീഡിയോ കണ്ടതിനും എല്ലാവർക്കും നന്ദി. പരമാവധി ആളുകളിലേക്ക് എത്തിക്കുക. എല്ലാവരും ഉപകരിക്കട്ടെ, എല്ലാവർക്കും ഉപകാരം ആവട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും നിങ്ങളുടെ പരിശ്രമത്തിന്റെ ഒരു ഔട്ട്പുട്ട്, ഒരു റിസൾട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.